കഴിഞ്ഞ 3 മണിക്കൂർ നേരപ്പെട്ടു പോയ തൊഴിലാളിയെ കണ്ടുകിട്ടുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫയർഫോഴ്സും പോലീസും ഹിന്ദു നേതൃസഭയും മറ്റ് സന്നദ്ധ പ്രവർത്തന നേതൃത്വത്തിലാണ് പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിൻ്റെ ഓഫീസർമാർ എന്നോട് പറഞ്ഞത് അവർക്ക് സാധ്യമായ എല്ലാ കഴിവുകളും ഉപയോഗിച്ചുകൊണ്ട് ഉള്ള തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാണ് അവർക്ക് തയ്യാറായത്. ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ റെയിൽവേയുടെ പ്രോപ്പർട്ടിയാണ്. ഇത് പല ഘട്ടങ്ങളിലും നമ്മൾ ഈ നഗരത്തിൻ്റെ വെള്ളപ്പൊക്കം, പ്രത്യേകിച്ച് സർക്കാരിൻ്റെ വെള്ളപ്പൊക്കം കാര്യം ചർച്ച ചെയ്തതിന് വേണ്ടി എടുത്തുകൂട്ടുന്ന യോഗത്തിലൊക്കെ തന്നെ ഗവൺമെൻറ് അല്ലെങ്കിൽ നഗരസഭ ഇതിൻ്റെ ശുചീകരണ പ്രവൃത്തി നടത്താമെന്ന് പറയുന്ന അവസരത്തിലൊക്കെ തന്നെ റെയിൽവേ അത് സമ്മതിക്കുന്ന സ്ഥിതിയുണ്ടായിരുന്നില്ല. ഞങ്ങളത് വൃത്തിയാക്കി ഞങ്ങളുടെ പ്രോപ്പർട്ടിയാണെന്ന് നിലപാടാണ് എടുക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അവിടെ ഈ മാലിന്യം അടുത്ത് കൂടി കിടന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഇന്ത്യൻ റെയിൽവേക്കാണ്. ഇന്ത്യൻ റെയിൽവേ ഒരു കാര്യം ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഓക്കെ. മൈക്ക് വെച്ചോ ഇടിക്കരുത്. മൈക്കെല്ലാം താത്തു കാണാതെ പോയിട്ട് രക്ഷാപ്രവർത്തനം നടത്തുന്ന അവസരത്തിൽ പോലും റെയിൽവേയിലെ ഏതാണ്ട് എഞ്ചിനീയർമാർ മാത്രമാണ് വന്നിട്ടുള്ളത്. ഡിവിഷൻ ഓഫീസ് എന്ന് പറഞ്ഞാൽ ഒരു വെളിപ്പാട് കലയാണ്. ഡിവിഷൻ ഓഫീസറോ അതിൻ്റെ ഡിവിഷൻ ഓഫീസിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരോ ഇവിടെ സന്ദർശിച്ചിട്ടില്ല എന്നുള്ളത് വളരെ ഖേദകരമായ കാര്യമാണ്. ഓക്കെ. Thank you.